ഹലോ ഗേസ്, അപ്പോൾ ഇന്നൊന്ന് സ്പെഷ്യലായിട്ട് നമുക്ക് കൊച്ചിക്കോയ ഉണ്ടാക്കിയാലോ. അപ്പോൾ കൊച്ചിക്കോയ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. ഇത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മുടെ കോഴിക്കോടുള്ള കൊടുവള്ളിയിൽ അവിടെ ഒരു കടയിൽ ഇതിപ്പോൾ ട്രെൻഡിങ് വൈറൽ സംഭവമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ 2-3 വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഞാൻ ഇതിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ നമുക്കിതാ നല്ല ഞാലിപ്പോവാൻ പഴമാണ് ഇതിൻ്റെ അകത്തേക്ക് വേണ്ടിയത്. ഇത് ഉണ്ടാക്കാൻ 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല എത്രയോ ആൾക്കാരുണ്ട് കേട്ടോ. കാരണം കസിൻസ് എല്ലാവരും കൂടിയാണ് ഉണ്ടാക്കുന്നത്. ഉമ്മൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങളെല്ലാവരും. അപ്പോൾ അവിടെ നിന്ന് ഉണ്ടാക്കിയ സംഭവമാണ്. പിന്നെ അതിലേക്ക് ശർക്കര, ചെറിയുള്ളി, ഇഞ്ചി അങ്ങനെയൊക്കെ ചതച്ചത് ഇട്ടിട്ടുണ്ട്. പിന്നെ പഞ്ചസാര. ഇതിൻ്റെ അകത്ത് ഞാലിപ്പൂവൻ പഴമാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അത് കറയൊന്നുമില്ലാത്ത നല്ല പഴമായാലും അത്രയും നല്ലത് കിട്ടും. പിന്നെ ഇതിൻ്റെ അകത്ത് മസ്റ്റായിട്ട് വേണ്ടി തേങ്ങാപ്പാൽ. പിന്നെ എന്ന് പറയുന്നത് ഒരു 3 പേക്ക് പാലൊക്കെ ഞങ്ങൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ചെറുനാരങ്ങ നീര് മസ്റ്റാട്ടോ, അത് ഇടാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മധുരമുള്ള സാധനത്തിലൊക്കെ ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഇടുന്നതാണല്ലോ. അപ്പോൾ ആരും ഇടണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിക്കുന്നുണ്ട്. എന്നാലും ഞങ്ങൾ ആരും കാണാതെ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ അതിലുപ്പ്. അങ്ങനെ ഞങ്ങളത് മിക്സ് ചെയ്തു. കസിൻസ് എല്ലാവരും കൂടെ സ്നേഹത്തോടു കൂടി മിക്സ് ചെയ്തു എന്ന് പറയില്ല, എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഇല്ലാതിരിക്കില്ല. എല്ലാവരും കൂടി ആഗ്രഹിച്ചുണ്ടാക്കുന്നൊരു സംഭവമാണല്ലോ. അങ്ങനെ ഇതാ എല്ലാവരും കഴിക്കാനുള്ളൊരു സമയമായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അവിലൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മളൊക്കെ കഴിക്കുമ്പം അങ്ങനത്തെ സ്പെഷ്യലൊന്നും ചെയ്യാറില്ല, വറുക്കാറൊന്നുമില്ല അവിൽ. അങ്ങനെ ഇനി അടുത്തതെന്ന് പറയുന്ന ഉമ്മാൻ്റെ കൈ കൊണ്ട് എല്ലാവർക്കും ഓരോ പിടി വാരി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവരും കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് എല്ലാവരും കഴിച്ചത്. എന്തായാലും ആ ഒരു കഴിക്കലിന് പ്രത്യേക ടേസ്റ്റും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ഇത് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ഒറ്റക്കൊറ്റൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതിനെക്കാട്ടിലും ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പം നമ്മുടെ ടൈം എന്ന് പറയുന്നത് 12:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് ഇതാണെന്ന് വിചാരിക്കും. പക്ഷേ അതല്ല, ചോറ് കഴിക്കാനുണ്ട്. ഓക്കെ, ടാറ്റാ ബൈ ബൈ.